ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. വളരെ എളുപ്പത്തിൽ ക്രിസ്പി ചിക്കൻ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 200 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ആവശ്യമായ മസാലകൾ: ജിഞ്ചർ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 2 ഗ്രീൻ ചില്ലീസ് പേസ്റ്റ് ആക്കിയത്, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, സാൾട്ട് ആവശ്യത്തിന്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത ശേഷം 1/2 അവറെങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ചിക്കനിലേക്ക് മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കഷ്ണങ്ങൾ കുറച്ച് വലുതാണെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ ഒന്ന് നമുക്ക് ചെറുതായിട്ട് പീസസ് വരഞ്ഞു കൊടുക്കാം. അരമണിക്കൂർ സമയം ഈ ചിക്കൻ മസാലയുടെ കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് പ്രഷർ കുക്കറിനകത്തിട്ട് ഒരു വിസിൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചിക്കനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്. എന്നിട്ട് നമുക്ക് പീസസ് മാത്രം സ്ട്രെയിൻ ചെയ്തെടുക്കാം. ചിക്കൻ പകുതി വെന്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പീസസ് മാത്രമായിട്ട് മാറ്റിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായത് 2 സ്ലൈസ് ബ്രെഡ് പൊടിച്ചതും 1 എഗ്ഗുമാണ്. ചൂടായ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായി എടുത്ത് പതപ്പിച്ച് വെച്ച മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ടത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതേപോലെ ബാക്കി ഓരോന്നും നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഗ്യാസ് ഒരിക്കലും ഹൈ ഫ്ലെയിമോ അതേപോലെ തന്നെ ലോ ഫ്ലെയിമോ വെക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിം വെച്ചിട്ടുണ്ടെങ്കിൽ പുറം പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും, പക്ഷെ അകത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ലോ ഫ്ലെയിം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ പീസസ് ഒക്കെ ഒരുപാട് എണ്ണ കുടിക്കും. ഇപ്പോൾ ചിക്കൻ പീസസിൻ്റെ ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പ് ആയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാം മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ പീസസിൻ്റെ 2 സൈഡ് നല്ല ക്രിസ്പ് ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. അതിന് വേണ്ടിയിട്ട് പ്ലേറ്റിൽ 2 ടിഷ്യൂ പേപ്പർ ഇട്ട ശേഷം അതിൻ്റെ മേലേക്കാണ് ഞാൻ ഈ പീസസ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന ഈ ഓയിൽ മുഴുവനും ഈ പേപ്പർ വലിച്ചെടുക്കും. അങ്ങനെ നമ്മൾ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾ എന്താണെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് പീസ് കഴിക്കുന്ന അതേ ടേസ്റ്റോടെ തന്നെ നമുക്ക് ലാസ്റ്റ് പീസ് വരെ കഴിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതൊരു റെസ്റ്റോറൻറ്റിലും കഴിക്കുന്ന ടേസ്റ്റോടെ, ഒരു പക്ഷേ അതിലും ടേസ്റ്റോടെ നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. എല്ലാവരും ക്രിസ്പി ചിക്കൻ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് അടുത്തതായി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അതേസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ ബൈ.